അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താ വെച്ചാല് ഇവരുദ്ദേശിക്കുന്ന നാടകത്തിലെ ക്ലൈമാക്സ് എന്താ പറഞ്ഞ് കോൺഗ്രസ് പ്രതിരോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് അവസാനം നാണം കെട്ട് അയാൾ രാജിവെപ്പിക്കുക എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളതിലേക്ക് എത്തുന്നതിന് പ്രതീക്ഷിച്ചിരുന്ന ആ സ്റ്റോറി ലൈനിൽ ക്ലൈമാക്സ് ആദ്യമേ ആയിപ്പോയി. പരാതി പോലും ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കി. ഇപ്പൊ എന്താ വെച്ചാൽ സ്റ്റോറി ലൈൻ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റോറി ലൈൻ ഇവർ രണ്ടുപേരും വിടരുത് എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തുകൊണ്ട് ഇനി കോൺഗ്രസിനോട് ചോദ്യങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചോളം ജേർണലിസം അതാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള ജേർണലിസം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കഥകൾക്കൊക്കെ പറയാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ എനിക്ക് ഏതാണ്ട് ഒരു ആരോ പോസ്റ്റർ വലിച്ചു കീറി എന്നൊക്കെ പറയാം. എനിക്ക് കൃത്യമായിട്ട് ആ കഥ മനസ്സിലായില്ല, കാരണം അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ആരുടെ പോസ്റ്റർ കീറിയത് മനസ്സിലായില്ല. പക്ഷെ ഞാൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന പോസ്റ്റർ സ്ഥാനാർത്ഥി വേണ്ടെന്ന് വെച്ചു. നല്ല കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ധാർമ്മികമായിട്ടുള്ള ബലമാണ്. ആ ധാർമ്മിക ബലത്തെ അത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന വെച്ചുകൊണ്ട് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ജയിക്കിന് ഓർക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. പന്തളം ബ്രാഞ്ച് സെക്രട്ടറി K ഹരിയാണ് CPM ബന്ധം ഉപേക്ഷിച്ചത്. ഇല്ലേ, എന്നോട് പോസ്റ്റർ വലിച്ചതിന്റെ മാതൃക പറയുന്ന ജയിക്കിന് ഇതാണ് മാതൃക. നിങ്ങളുടെ പാർട്ടി വിട്ട് BJPയിലേക്ക് പോവുകയാണ് ജയിക്ക്. ഒന്ന് ഞെട്ട അല്പം എന്നോട് കാണിച്ച മാതൃക സ്വന്തം പാർട്ടിയിൽ ഒന്ന് നടത്താൻ പറ. ഇല്ലേ, പിന്നെ എന്തോ എന്റെ വിധിയാണ്. അഭിലാഷിന് അറിയില്ലേ, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതിന് ശേഷം ഞങ്ങളോട് മീഡിയ വിളിച്ചു ചോദിച്ചു, മറ്റൊരു വിഷയമായിരുന്നു ചർച്ച ചെയ്യാനിരുന്നത്. രാഹുലിനെ അറസ്റ്റ് കൊണ്ട് ഞങ്ങൾ വിഷയം മാറ്റണം, നിങ്ങൾ പങ്കെടുക്കുമോ എന്നല്ലേ ചോദിച്ചത്. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ മുതൽ ചർച്ച കൊണ്ട് അഭിലാഷെ എല്ലാവരും, ഞാൻ ഇന്നലെ 2 ചാനലുണ്ടായിരുന്നു, ഇന്നിപ്പോ ഒരു ചാനൽ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് പോലെ ഒരു 3 ദിവസം പുറകോട്ട് പോയാൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ ഗതികെട്ടവനായിട്ട് ജയിക്കില്ലാതിരുന്നത് ആ പാർട്ടിയുടെ ധാർമ്മിക മൂല്യം ഇല്ലാത്തതുകൊണ്ടല്ലേ, ധാർമ്മിക ബലം ഇല്ലാത്തതുകൊണ്ടല്ലേ, പത്മകുമാറിനെ പുറത്താക്കാത്തതുകൊണ്ടല്ലേ ജയിക്കിന് കഴിഞ്ഞ 3 ദിവസം ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. CPM ഒരു നേതാവും പങ്കെടുത്തില്ലല്ലോ. പാവപ്പെട്ട നിരീക്ഷകരെ വിട്ട് ഈ ഡേർട്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കായിരുന്നില്ലേ. എന്റെ ജയിക്ക് ആദ്യം വല്ലവന്റെ മുഖത്തേക്ക് പറയുന്നതിന് മുമ്പ് സ്വന്തം കാര്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോ ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ വെച്ച് ആരോ പോലീസുമായിട്ട് ഉന്തും തള്ളുണ്ടായപ്പോ അതുകൊണ്ട് മുഖത്തടിച്ചു. ഷാഫി പറമ്പിൽ MP പോലീസുകാരെ ആക്രമിക്കാവോ എന്ന് ചോദിച്ചതാണ്. VK സനോജിന്റെ പ്രസ്താവനയിൽ പോന്നിട്ടുണ്ട്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബ് എറിഞ്ഞ കേസിൽ 20 വർഷം തടവിലായവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വലിയ വിഷയമല്ല. മനസ്സിലായില്ലേ? ഷാഫി പറമ്പിൽ പോലീസിനെ ഉന്തിയതായിരുന്നു വിഷയം, ഒരു നാട് മുഴുവൻ കത്തിക്കാൻ. 20 വർഷം തടവിന് പോലീസിന് ബോംബ് എറിഞ്ഞവന് ശിക്ഷ കിട്ടിയത് പ്രശ്നമല്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഈ ഇരട്ടത്താപ്പാണ് ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് യാതൊരു ഭയത്തിന്റെയും ഭീതിയുടെയും പ്രശ്നമില്ല. കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മിക ബലത്തിലാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇവരെ പോലെ ഒളിച്ചോടിയിട്ടില്ല. ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി ജയിക്കലൊക്കെ വലിയ ഗുണമല്ലേ, കാരണം ദിവസവും വരണ്ടല്ലോ. കാരണം ഇപ്പൊ CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാ. അഭിലാഷിന് അറിയാലോ. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടെന്നേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പലരും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ സ്ത്രീകൾ ഉൾപ്പെടെ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പ്രശ്നം വന്നപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എന്നാൽ PK ശശിക്കെതിരെ ആരോപണം വന്നപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM വനിതാ നേതാവോ അല്ലാത്ത നേതാവോ അയാൾക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പകരം മറ്റേ തീവ്രത നടക്കുന്ന മെഷീനായിട്ട് ഇറങ്ങുകയല്ലേ ശ്രീമതി ടീച്ചർ ചെയ്യുന്നത്, ഇല്ലേ? നമ്മളൊപ്പം ചർച്ചയ്ക്കിരുന്ന തൃശ്ശൂർ ഒരു DYFI നേതാവ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് വാർത്തകളിൽ മുഴുവൻ ഉണ്ടല്ലോ. സ്ത്രീ വിഷയമായിരുന്നു എന്നുള്ളത്. ഇതുവരെ ആ പരാതി പോലീസിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അഭിലാഷ് ഒന്ന് ചോദിക്ക് ജയിക്കിനോട്. ഈ സ്ത്രീ വിഷയങ്ങളിൽ, പീഡന വിഷയങ്ങളിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള PK ശശിക്കെതിരെ ഉൾപ്പെടെയുള്ള പരാതികൾ പോലീസിന് കൊടുക്കാൻ പോലും ധാർമ്മിക ബലമില്ലാത്തവർ ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യണോ? എന്റെ ഫ്രണ്ടാ വളരെ പ്രകാശന്റെ പിടിപിടി. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത് സാർ വണ്ടി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ ചർച്ച ഉണ്ടാകും. ആ ചർച്ചയിൽ തീരുമാനമെടുക്കും.
ചിലർക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചിലപ്പോൾ പുറത്തൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. ഇത് KPCC പ്രസിഡന്റ് പറഞ്ഞാണ്. പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. UDFന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് അന്തിമമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ശബരിമലയിലെ സ്വർണ്ണക്കള്ളം മൂടിവെക്കാമെന്ന നടക്കില്ല. ഒരു കാരണവശാലും നടക്കില്ല. ഈ നാട് മുഴുവൻ ഇന്ന് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ അടിച്ചുവിറ്റ ഈ കള്ളക്കടത്തുകാരെ, ഈ സ്വർണ്ണക്കൊള്ളക്കാർക്കെതിരെയാണ്. അതൊന്നും അതിനാണ് ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ടുപോയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കാപട്യമൊന്നും ഒരു കാരണവശാലും ജനങ്ങളെ ഏൽക്കുന്നതല്ല. വളരെ കൃത്യമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അര മിനിറ്റ് കൂടി ജയിക്കും ശങ്കുട്ടി ദാസും എല്ലാം ഇവിടെ ഒട്ടേറെ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അര മിനിറ്റ് ജയിക്കും ശങ്കുട്ടി ദാസും എല്ലാം ഒട്ടേറെ വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആരോപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. 5 മാസമായില്ലേ നിങ്ങളുടെ പോലീസ് ഈ വിവരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ജയിക്കും ശങ്കുട്ടി ദാസൊക്കെ ഈ അറിഞ്ഞിട്ടുള്ള ക്രിമിനൽ നടപടികൾ എന്തേ പോലീസിൽ പറയാഞ്ഞത്? എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? നിങ്ങളുടെ തെളിവുകൾ എന്തുകൊണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തില്ല? ഈ വന്നിരുന്ന് ഡയലോഗ് അടിച്ചാ പോലെ ജെയ്ക്സി തോമസേ. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പരാതികളുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ പരാതികൾ പോലീസിനോട് കൊടുക്കായിരുന്നു. എന്നിട്ട് പോലീസ് സംവിധാനം ഒരു കണ്ടെത്താനാവാതെ ഒരു പരാതിക്കാരി വന്നപ്പോ അതിന്റെ പുറകെ നടന്നു. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ നിങ്ങൾ ഇത് പുറത്താക്കിയിട്ടുള്ള രീതിയിൽ ചർച്ച കൊണ്ടുപോകുന്നതാണ് പ്രശ്നം. അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. 2 നടപടി എടുക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ BJP വലിയ ധാർമ്മികത കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉന്നാവിലെ കേസിലും ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കേസൊന്നും ഞാൻ പറയുന്നില്ല. ഈ രാജീവ് ചന്ദ്രശേഖർക്ക് പാലക്കാടുള്ള ഒരാള് സ്ത്രീ പരാതി വെച്ചിട്ട് ആ പരാതി മുഖ്യവരാണ് ഇല്ലേ. ഇനി മറ്റൊരു ധാർമ്മികത പറഞ്ഞല്ലോ, അഭിലാഷിന് ഓർമ്മയില്ലേ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് M മുകേഷിനെതിരെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ എന്തായിരുന്നു? ഇപ്പോഴും ഉണ്ടല്ലോ, അവൈലബിൾ അല്ലേ. ദേഹോപദ്രവം ഉൾപ്പെടെ ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെ മുഴുവൻ ആരോപണം ഉണ്ടായില്ലേ. 2016 അയാൾക്ക് സീറ്റ് കൊടുത്തില്ലേ ഇല്ലേ. 2021 ഈ ഹേമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ അതിനു മുമ്പുള്ള കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതികളുള്ള സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തില്ലേ. എന്നിട്ട് MLA സസ്പെൻഡ് ചെയ്ത് ഞങ്ങളോട് ചോദിക്കുക ധാർമ്മികതയ്ക്ക് ക്ലാസ് എടുക്കുക. ഈ പറയുന്ന ദേഹോപദ്രവം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാൾ ക്രൂരമായ ആക്രമണം നടത്തി സീറ്റ് കൊടുത്തു ഇല്ലേ. പിന്നെ മാത്രമല്ല ലോക്സഭയിലേക്ക് സീറ്റ് കൊടുത്തു. എന്നിട്ട് നാണ ഉളുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കാനെങ്കിലും അറിയാമെങ്കിൽ ഈ വന്ന് വാദം ഉന്നയിക്കോ?